ഇവിടെ യുകെയിൽ അടിപൊളി ബ്യൂട്ടി ആൻഡ് സലൂൺ തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ സർവീസുകൾ? സോ വെൽക്കം ടു നേക്ക. ഇത് ഞങ്ങൾ 7 months മുമ്പ് തുടങ്ങിയ സലോണാണ്. ഞാനും ടിജോ എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയ സലോണാണ്. ആൻഡ് എല്ലാവർക്കും ഡൗട്ടുണ്ട് ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന. നേക്കർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഒത്തിരി വേരിയേഷൻസ് ആയിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ, പക്ഷെ അത് കറക്റ്റ് അല്ല. ഇത് നേക്കർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. നാട്ടിലെ ഭയങ്കര സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നല്ലോ, ഇവിടെ ഇപ്പൊ എന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നത്? ഓക്കെ, സെലിബ്രിറ്റി മേക്കപ്പ് എന്നില്ലെങ്കിലും നമ്മളിവിടെ എല്ലാവർക്കും മേക്കപ്പ് ആൻഡ് ഹെയർ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയിലുണ്ട്. സോ ഹെയർ സർവീസിൽ നമ്മൾ ഹെയർ കട്ടിങ്, കളറിങ്, ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. സ്പാ പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്യൂട്ടി ആണെങ്കിൽ ഐ ത്രെഡിങ്, ഫേഷ്യൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെയിൽസും ചെയ്യുന്നുണ്ട്, നെയിൽ എക്സ്റ്റൻഷൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ മേക്കപ്പും ബാക്കിയുള്ള കാര്യങ്ങളും. ഒരു 1 stop എന്ന് പറയാം. കാരണം ഇവിടെ നമ്മൾ UK വന്നു കഴിയുമ്പം എല്ലാം സെപ്പറേറ്റ് ആണ്. നെയിൽസിന് സെപ്പറേറ്റ് ആണ്, ഹെയറിന് സെപ്പറേറ്റ് ആണ്, ബ്യൂട്ടി സെപ്പറേറ്റ് ആണ്. സോ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1 stop ഫോർ എവറിത്തിങ്, എ ബിറ്റ് ഓഫ് എവറിത്തിങ്. അതാണ് നമ്മുടെ ഐഡിയ ബിഹൈൻഡ് നേക്കർ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? Not too bad, getting there. നമുക്കൊരു കസ്റ്റമർ വെച്ചിട്ട് ഒരു ഹെയർ കട്ട് നോക്കിയാലോ? നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ നിയമോളുടെ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം. ഭംഗിയുള്ള നീളമുള്ള മുടിയുണ്ട് നിയമോൾക്ക്. ഓക്കെ, എങ്ങനെയാണ് ഹെയർ കട്ട് വരുന്നത്? I want a wolf cut, like shoulder length, curtain bangs. Anything else, like, how much length you want to take? Shoulder length. So you want to go like shorter? Yeah, shorter. Like Okay. shoulder. All right. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഓരോ കസ്റ്റമറോടും നമ്മൾ ഇതുപോലെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് എന്താണ് ആവശ്യം അതനുസരിച്ചാണ് അതെ. നമ്മൾ കസ്റ്റമേഴ്സ് വന്നിട്ട് അവർ ഗ്രീറ്റ് ചെയ്യുക, അവർക്ക് അവരുടെ സർവീസ് എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഹെയർ കട്ടാണെങ്കിൽ നമ്മൾ അവരുടെ ചെയറിൽ കൊണ്ടുപോവുക. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവർക്കൊരു തറോ കൺസൾട്ടേഷൻ, അവരുടെ കൺസേൺസ് എന്തൊക്കെയാണ് അതെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ അവർക്ക് വേണ്ട ഹെയർ കട്ട് എങ്ങനത്തെയാണ്. ഇപ്പോൾ കുറേ ടൈപ്പ് ഹെയർ കട്ട്സ് വന്നിട്ടുണ്ട്. വൂൾഫ് കട്ട്, ബട്ടർഫ്ലൈ, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് കട്ട്സ് ഉണ്ട്. പിള്ളേർക്ക് ഇപ്പം ഇവിടെ കൂടുതൽ തന്നെ ടീനേജേഴ്സ് ചോദിക്കുന്ന ഒരു കട്ട് ബട്ടർഫ്ലൈ കട്ട് അല്ലെങ്കിൽ വൂൾഫ് കട്ട്, അങ്ങനെ പറഞ്ഞ ഹെയർ കട്ട്സാണ് ഇപ്പോൾ കൂടുതലും തന്നെ ടീനേജേഴ്സൊക്കെ ചോദിക്കണേ. സോ നിയമോൾ ചോദിച്ചേക്കുന്ന ഒരു വൂൾഫ് കട്ടാണ്. സോ അതിൻ്റെ നിയയുടെ കൺസേൺസ് നമ്മളെടുക്കും. എത്ര ലെങ്ത്ത് കുറയ്ക്കണം, എവിടെയൊക്കെ ഷീ നീഡ്സ് ലെയേഴ്സ്, അതെല്ലാം ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. എനി അതർ കൺസേൺസ് ഡു യു ഹാവ്? നോ. അതിന് പ്രോസസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ നിയയ്ക്ക് ഒരു ഹെയർ വാഷ് കൊടുക്കും. സോ നല്ല ഷാമ്പു നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആൽഫ പാഫ് എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. അതിൻ്റെ ഷാമ്പൂസും കളേഴ്സുമാണ് നമ്മൾ സലോണിൽ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ തറവായിട്ടുള്ള എന്താ പറയണേ, നിയയുടെ ഹെയറിനനുസരിച്ചുള്ള ഷാമ്പു നമ്മൾ യൂസ് ചെയ്യും. ഡ്രൈ ഹെയർ ആണെങ്കിൽ മോയ്സ്ചറൈസിങ് ഷാംപൂസ്, അല്ലെങ്കിൽ ഓയിലി ഹെയർ ആണെങ്കിൽ ഡീറ്റോക്സിങ് ഷാംപൂ, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ കട്ടിലേക്ക് കിടക്കും. ഡിസൈഡ് ചെയ്യുന്നത്. യെസ്, എന്ന് നമുക്ക് തുടങ്ങിയാലോ? സോ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു എക്സ്പേർട്ട് ഉണ്ട്, വൂൾഫ് കട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇവിടുത്തെ ഒരു എക്സ്പേർട്ടിനെ വിളിക്കാൻ പോവാണ്. സോ ഷീസ് ഗോണ talk to you and take your consultation and everything. Okay, Teresa. So meet Teresa. Hello, nice to meet you. She's a senior hairdresser, works for Nika. So she's going to have a little bit chat about what you want and everything. Yes. Are you ready? Yes. Good. So she's hoping to get a wolf haircut. Oh, right. Okay. Yeah. So she's going to go a little bit shorter. When I say shorter, I mean like here, like where this line is. Oh, so you're having quite a considerable amount cut off today then? Yes. Wow. And I was just telling her about that's going to, take a little bit volume off and stuff like that, but Yes. gives her lots of Nice. Yes. layers. Yes. A bit of bit of, yes. Do you want to see my Inspiration picture? Yes, please. It's always Yeah. handy. ഇപ്പം നമ്മൾ ഹെയർ വാഷ് ചെയ്യാണ് നിയമോൾക്ക്. ഞങ്ങളുടെ വേറെ സ്റ്റാഫാണ് ജോയ് ആണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഷീസ് റിയലി ഗുഡ് വിത്ത് മസാജ് ആൻഡ് എവറിത്തിങ്. ജോയ് ഞങ്ങളുടെ ബ്യൂട്ടി ചെയ്യുന്ന സ്റ്റാഫാണ്. ആൻഡ് ഷീ ഡസ് നെയിൽസ് ഓൾസോ. യെസ്. വെള്ളം പെട്ടെന്ന് ചേഞ്ച് ആകുക, പെട്ടെന്ന് മലയാളികൾക്ക് ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട്. സോ ഇവിടെ
ഇവിടെ മലയാളികൾ ഒരുപാട് മലയാളികൾ വരാറുണ്ട്. അവരുടെ സ്ഥിരമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് നാട്ടിൽ നിന്ന് വെള്ളം മാറി കഴിയുമ്പോൾ വരുന്ന ഡ്രൈ സ്കാൽപ്പ്. സോ ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് ഡാൻഡ്രഫാണ്, പക്ഷേ ആക്ച്വലി അത് ഡാൻഡ്രഫ് അല്ല, നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്നതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നം കാരണം. സോ നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്യും കൂടുതലും സൾഫേറ്റ് ഇല്ലാത്ത ഷാമ്പുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു ഇന്ത്യൻ ഓയിൽ ഹെഡ് മസാജ് വിത്ത് റോസ്മെരി ഓയിൽ എന്ന് പറയുന്നത്. സോ റോസ്മെരി ഓയിലിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ചില ആൾക്കാർ എന്തെന്ന് വെച്ചാൽ നാട്ടിലത്തെ പോലെ തന്നെ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽ തേക്കും, പക്ഷെ അതുകൊണ്ട് അധികം ഗുണം കാണാറില്ല, ഈ ഡ്രൈ സ്കാൽപ്പ് പോവാറില്ല. സോ നമ്മൾ അതിന് പറയണത് ജെൻറ്റിലായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക, കണ്ടീഷണേഴ്സ് മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ സ്കാൽപ്പിലാവുന്നില്ല എന്നുള്ളത്. ഹെയറിൽ മിഡ് ലെൻസ് തൊട്ടിട്ട് എൻഡിലേക്ക് പോകുന്ന പോലെ കണ്ടീഷണർ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ റോസ്മെരി ഓയിലിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ എല്ലാവരോടും പറയും വീക്ക്ലി 2 പ്രാവശ്യം റോസ്മെരി ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നിട്ടത് 2 പ്രാവശ്യം ഷാമ്പൂ ഇട്ട് കഴുകുക എന്നുള്ളത്. ഇനി കണ്ടീഷണർ ഇടുന്നത് കൊണ്ട് സ്കാൽപ്പ് ഡ്രൈ ആവുന്നുണ്ടെന്ന് ഓയിലി ആവുന്നുണ്ടെന്ന് തോന്നുന്നവർക്ക് നമുക്കൊരു ലിവിൻ കണ്ടീഷണർ യൂസ് ചെയ്യാം. അത് ജസ്റ്റ് സ്പ്രേ ബോട്ടിൽ കിട്ടും, നമ്മളിവിടെ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഈസിലി ആയിട്ട് എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ പറ്റും. ഇനി റോസ്മെരി ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഡ്രൈ സ്കിൻ കാരണം വരുന്ന ഇറിറ്റേഷൻസ്, ഇച്ചിങ് അതെല്ലാം കുറയ്ക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് മാറ്റും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണതാണ്. നമ്മൾ അതിന് സ്റ്റീം കൊടുത്ത് ഒരു ഹെയർ മാസ്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇന്ത്യൻ ഹെയർ ഓയിൽ മസാജ് വിത്ത് റോസ്മെരി ഓയിൽ എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് സ്വിച്ച് ചെയ്ത ഒരാളാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിവിടെ മലയാളികൾ, എസ്പെഷ്യലി മലയാളികൾ അതുപോലെ ഏഷ്യൻ ആൾക്കാർ വരുമ്പം കംപ്ലയിൻറ്റ് പറയുന്നവർക്ക് ഞാൻ പേഴ്സണലായിട്ട് കൊടുക്കുന്ന ഒരു അഡ്വൈസാണ്, ഇത് നിങ്ങൾക്ക് സലോണിൽ വന്ന് ചെയ്യാം ട്രീറ്റ്മെൻറ്റ്. ഇനി അത് എല്ലാ പ്രാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് റോസ്മെരി ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. 2 പ്രാവശ്യം യൂസ് ചെയ്യണം വീക്ക്ലി. ചില ഓയിലിൻ്റെ ബോട്ടിൽസ് കംസ് വിത്ത് ഒരു ആപ്ലിക്കേറ്റർ, അപ്പം അതിനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് തന്നെ കോംബ് ചെയ്ത് നമ്മുടെ റൂട്ട്സിൽ പോകുന്ന പോലെ നമുക്ക് എന്നിട്ടത് മസാജ് ചെയ്തിട്ട് കഴുകി കളയാം. മിനിമം 1 hour വെക്കണം. 1 hour കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അത് വെച്ചതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല, ഭയങ്കര എഫക്റ്റീവാണ്. ഹെയർ കട്ട് തുടങ്ങാനില്ലേ, ഇപ്പോൾ ഒരുപാട് ബ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ബെറ്റർ, ഏതൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സലോണിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫപാഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്, സൾഫേറ്റ് ഫ്രീ ആണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സലോൺ തുടങ്ങുമ്പോൾ നമുക്ക് പോകുമ്പം അവർ യൂസ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ലോറിയൽ, ഷോസ്കോഫ്, അല്ലെങ്കിൽ ഗോൾഡ് വെൽ, അങ്ങനെ n നമ്പർ ഓഫ് ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ വൈ വി ചോസ് ആൽഫപാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ലൈക്ക് റിയലി സ്മൂത്തനിങ് ഷാംപൂസ്. അത് ഇടുമ്പോൾ നമ്മുടെ മുടി ഒട്ടും ഡ്രൈ ആവില്ല, അതുപോലെ തന്നെ ഈസിലി മാനേജബിൾ ആണ്. യു ഡോണ്ട് നീഡ് മച്ച്, ലൈക്ക് ചെറിയൊരു പീ സൈസ് എമൗണ്ട് മതി നമ്മുടെ ഹെയറിൽ എത്ര തിക്കാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട്. സോ ഈ ബ്രാൻഡാണ് നമ്മളിപ്പോൾ സലോണിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളിത് റീറ്റെയിൽ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഇവിടെ. എസ്പെഷ്യലി ഏഷ്യൻ ഹെയറിന്. ഇവിടെ ഇംഗ്ലീഷുകാർ ഒത്തിരി ഇത് ഉപയോഗിക്കാറുണ്ട്, യൂറോപ്യൻസ് ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും മലയാളികൾ ഇപ്പോൾ ഇത് ഒരുപാട് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി പ്രൈസിയാണ് കമ്പയർ ടു ലോറിയലൊക്കെ, പക്ഷേ നമ്മുടെ മുടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രിസിനെസ് കുറയ്ക്കുക അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനെ. നീ എങ്ങനെയുണ്ട്? ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടോ? ഉദ്ദേശമുള്ള തന്നെ വന്നോ? നീ ഇതുപോലത്തെ തന്നെ ഒരു റെഫറൻസ് ഞങ്ങളെ കാണിച്ചേ, ഞങ്ങൾ എക്സാക്ട്ലി അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് യു ആർ റിയലി ഹാപ്പി അല്ലേ? എന്ത് തരം ഹെയർ കട്ട്, എനി കൈൻഡ് ഓഫ് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ്, മേക്കപ്പോ നെയിലോ എനിത്തിങ് ഞങ്ങളുടെ അടുത്തോട്ട് വരിക. ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കുക പോലും വേണ്ട. വെബ്സൈറ്റിൽ ബുക്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമുള്ള സർവീസ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക. അപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ഹെയർ കട്ടോ ബ്യൂട്ടി ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക. താങ്ക് യു.